ഹലോ നമസ്കാരം, അജ്മലാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒട്ടുമിക്ക എല്ലാ മീൻകടകളിലും ചൂടപ്പം പോലെ വിറ്റ് പോകുന്നൊരു മുതലാണ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഏകദേശം 130ഓളം വെറൈറ്റി സ്പീഷീസുകളിലുള്ള ഈ മത്സ്യത്തിൻ്റെ പേരാണ് ചെമ്പല്ലി അഥവാ റെഡ് സ്നാപ്പർ. ഏകദേശം 30 മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ പവിഴപ്പുറ്റുകളുടെ ഇടയിലും അതുപോലെ മുങ്ങിപ്പോയ കപ്പലുകളുടെ ഇടയിലും പാറക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെയാണ് ഇവർ സാധാരണയായിട്ട് കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഡീപ്പ് വാട്ടർ സ്നാപ്പർ വിഭാഗത്തിലാണ് ഈ മത്സ്യം ഉൾപ്പെട്ടിരിക്കുന്നത്. ശരാശരി വളർച്ചയെത്തിയ ഒരു റെഡ് സ്നാപ്പർ ഏകദേശം 60 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ നീളവും 6 മുതൽ 7 കിലോഗ്രാം വരെ വെയിറ്റും വെക്കാറുണ്ട്. ഈ മത്സ്യത്തിൻ്റെ ഉയർന്ന ഡിമാൻഡ് കാരണം ഏകദേശം 300 രൂപ മുതൽ 600 രൂപ വരെ ഹാർബറിൽ തന്നെ വില വരാറുണ്ട്. ട്രോളിംഗ് സമയങ്ങളിലാണെങ്കിൽ വില പിന്നെയും മുന്നോട്ട് കുതിക്കും. വിലയിൽ ഇത്രയും ഇൻക്രിമെൻ്റ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഇവൻ്റെ അപാര രുചി ഒന്നുകൊണ്ട് മാത്രമാണ്. കറി വെക്കാനാണെങ്കിലും ഫ്രൈ ചെയ്യാനാണെങ്കിലും ഗ്രില്ല് ചെയ്യാൻ, പൊള്ളിക്കാൻ, ഫിഷ് മോളി, തവ ഫ്രൈ, ഒട്ടുമിക്ക എല്ലാ യൂസേജിനും പറ്റിയൊരു മുതലാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. ചെമ്പല്ലി മത്സ്യം വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ തോതിൽ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യയിനമാണ്. അതുകൊണ്ട് തന്നെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യയിനമായിട്ടാണ് റെഡ് സ്നാപ്പറിനെ കണക്കാക്കപ്പെടുന്നത്. അമേരിക്കൻ ഐക്യനാടുകൾ പോലെയുള്ള നിരവധി രാജ്യങ്ങൾ ചെമ്പല്ലി മത്സ്യത്തിൻ്റെ മത്സ്യബന്ധനം നിയന്ത്രിച്ചുകൊണ്ടുള്ള പല നിയമങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ മത്സ്യം പിടിക്കാനുള്ള കാലയളവ്, എണ്ണം, വലിപ്പം എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. IUCN അഥവാ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ റെഡ് ലിസ്റ്റ് പ്രകാരം ചെമ്പല്ലി മത്സ്യം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യ ഇനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ രുചിയും പോഷകാഹാര ഗുണങ്ങളും കാരണം ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഉയർന്ന ഡിമാൻഡാണ് ഈ ചെമ്പല്ലി മത്സ്യത്തിനുള്ളത്. എന്നാൽ ചെമ്പല്ലി എന്ന പേരിൽ തിലോപ്പിയ അതുപോലെ ഏരി തുടങ്ങിയ മത്സ്യങ്ങളെ ചെമ്പല്ലി എന്ന പേരിൽ വിൽക്കപ്പെടുന്നതായി പല കേസസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മത്സ്യങ്ങളെ വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ 100% ഫ്രഷ് ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതുമായ മത്സ്യങ്ങളെ വാങ്ങിക്കാനും അതിൻ്റെ യുണീക്ക് ടേസ്റ്റ് മനസ്സിലാക്കാനും താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ ഷോപ്പിലോട്ട് പോകുന്നുള്ളൂ. ഇനി ഹോം ഡെലിവറി ആയിട്ടാണ് ഫിഷ് വേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ നമ്മളെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മളെ ഷോപ്പിലെത്തുന്ന ഫിഷിൻ്റെ അപ്ഡേഷൻ വിരൽത്തുമ്പിൽ ലഭിക്കുന്നതാണ്. അതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഹാവ് എ നൈസ് ഡേ.